നമ്മുടെ സ്വന്തം കല്യാണമാണെങ്കിലും അല്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയോ വീട്ടിൽ കസിൻ്റെയോ ഒക്കെ കല്യാണമാണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും ഗ്ലോയും കിട്ടാനായിട്ട് ഏറ്റവും സൂപ്പറായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇത്. ആക്ച്വലി ഒരു ഫേഷ്യൽ ഉപ്തനാണ്. ഇതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ റിസൾട്ട് തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, ഇനി അഥവാ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട്, പാടുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ അവസാനം വരെ വീഡിയോ കാണാം. എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നാരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ടും കിട്ടുന്നതാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും അമേസിങ് ആണ്. സൂപ്പർ റിസൾട്ട് തരുന്നതാണ്. നല്ല രീതിയിൽ വർക്കാവും. അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഈ ഫേസ് പാക്ക് ഒന്ന് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ഫേസ് പാക്കാണ്. പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെയും ഇടയ്ക്കൊക്കെ യൂസ് ആക്കാനായിട്ട് പറ്റും. സാധാരണ അല്ലാതെ കുറച്ച് വലിയ ബൗൾ എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്ത് ഈ ഫേസ് പാക്കിൻ്റെ പൗഡർ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് യൂസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ടോ പാലിലും തൈരിലും ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് യൂസ് ആക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എടുത്തത് കുറച്ച് കടലപ്പൊടിയാണ്. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഒരാഴ്ചത്തേക്കാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ഒരു 5 ദിവസമൊക്കെ ഞാനത് യൂസ് ആക്കും. കൂടുതൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാനിവിടെ 3 സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു 1 സ്പൂണോളം വരുന്ന രീതിക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉറപ്പായും യൂസ് ആക്കണം. കാര്യം ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ആവുന്നതാണ്. സോ നിങ്ങൾക്ക് ഏതൊക്കെയാണോ പറ്റുന്നത് അത് മാത്രം നിങ്ങൾ യൂസ് ആക്കിയാൽ മതി. അടുത്തതായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് സാൻഡൽവുഡ് പൗഡറാണ്. ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ഹെച്ച് നാറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നമുക്ക് അവിടെ അടുത്ത് കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ യൂസ് ആക്കുക. ഏറ്റവും നന്നായിട്ട് ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതും വാങ്ങാനായിട്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ളത് അത് മേടിക്കുക. ഞാൻ ബാക്കി എല്ലാ ഐറ്റംസും ഓരോ സ്പൂൺ 1.5-2 സ്പൂൺ വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം എടുത്ത നമ്മുടെ കടലമാവാണ് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2-2.5 സ്പൂണോളം ചന്ദനത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ എപ്പോഴും കുറച്ച് മാത്രം എടുക്കുക. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. കാര്യം ഒരു യെല്ലോ ടിൻറ്റ് മുഖത്തുണ്ടാവും. അതുകൊണ്ടാണ് സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് ചന്ദനം അടിപൊളിയായിട്ട് വർക്ക് ആവുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മഞ്ഞളും അതെ, ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. സൺ ടാനൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഇതും അതെ, നമുക്ക് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് സൂപ്പറായിട്ട് വർക്ക് ആകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ കയ്യിൽ ഉള്ളത് അതൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. സംഘടിപ്പിക്കാൻ പറ്റുന്നത് മാത്രം സംഘടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ആക്കാം. കസ്തൂരി മഞ്ഞളും അതുപോലെ കടലപ്പൊടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അതും. പിന്നെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്തിനാണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം മേടിച്ചാലും മതി. അല്ലെങ്കിൽ കടലമാവും മഞ്ഞളും മാത്രമായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നീം പൗഡറാണ്. അതായത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടി ഉണ്ടല്ലോ ഇതും ഞാൻ ഈ സെയിം ബ്രാൻഡിൽ മേടിച്ചത്. അപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വന്നിട്ട് മുൾട്ടാനി മിട്ടി ഓൾസോ ചേർത്ത് കൊടുക്കാം. പോർസൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാനി മിട്ടി ഓൾസോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാത്തതാണ്. എനിക്ക് പോർസൊക്കെ ഉണ്ട്, പക്ഷേ മുഖത്തിങ്ങനെ കുഴികൾ വരില്ലേ, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. മുൾട്ടാനി മിട്ടി അല്ലാതെ തന്നെ ഞാൻ സാധാരണ യൂസ് ആക്കാറുണ്ട്. മറന്നു പോയത് അതിൽ ചേർക്കാനായിട്ട്. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇനി ചേർത്ത് കൊടുക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ മുൾട്ടാനി മിട്ടി കയ്യിലുള്ളവരാണെങ്കിൽ അതും കൂടെ ചേർത്ത് ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്
ഒരു പൗഡർ മിക്സായിട്ട് ഇപ്പോൾ ഉണ്ടാവും. അത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക. എത്ര തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരുന്നാലും ചിലപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ഒരാഴ്ചയൊക്കെ എടുക്കാണ്ടിരുന്നാൽ പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാവുമ്പം ഒരു ചെറിയ ഡബയിലാക്കി വെച്ചാൽ മതി. അത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ, മാക്സിമം ഒരു 5 ദിവസമൊക്കെ യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് ഒരാഴ്ച വരെ പോകും. ഇനി അഥവാ 1-2 ദിവസം കൂടുതലായാലും ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. കേടൊന്നും വരില്ല. ഇതിങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി. ഒരുപാട് നാൾ ചിലപ്പോൾ ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി വീതം പ്രിപ്പയർ ചെയ്താൽ മതി. ഇതിലെല്ലാം നമ്മൾ പൗഡർ ഫോമിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് എടുക്കാനായാലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും യൂസ് ചെയ്യുന്ന സ്പൂൺ, ബൗൾ, കണ്ടെയ്നർ എല്ലാം തന്നെ നനവില്ലാത്തതായിരിക്കണം. നനഞ്ഞ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പാക്കിൽ നിന്ന് എടുക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് കേട് വന്ന് പോകും. സോ ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ യൂസ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ തട്ടി എടുത്താൽ മതി കണ്ടെയ്നറിൽ നിന്നൊക്കെ. അതായത് നമ്മുടെ സ്മോൾ ഡബ്ബ ഉണ്ടല്ലോ, അതിൽ നമ്മൾ വെച്ചേക്കില്ലേ, അതിങ്ങനെ തട്ടി എടുത്താൽ മതി. നനഞ്ഞ സ്പൂണൊന്നും അതിനകത്തോട്ട് ഇടരുത്. സോ ഞാനതിനെ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു കുഞ്ഞ് ബോട്ടിൽ കണ്ടുപിടിച്ച് അതൊന്ന് സെക്യൂർ ആക്കി വെക്കണം. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ യൂസ് ആക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതൊന്ന് എടുക്കുക. ഇതിൽ നമ്മൾ ചന്ദനമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് അമേസിങ് ആയിരിക്കും. അതുപോലെ ഓറഞ്ച് പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ ഗ്ലോ ആകാനും ഹെൽപ്പ് ചെയ്യും. ഇനി മുഖക്കുരുവും കറുത്ത പാടുകളും ഉള്ളവരാണെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ നീം പൗഡർ ഓൾസോ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ കയ്യിലുള്ളത് അത് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് തേനും ഒരല്പം റോസ് വാട്ടറും ചേർത്താണ് മിക്സ് ആക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായും ഇതിലോടൊപ്പം പാല് അല്ലെങ്കിൽ തൈര് ചേർത്ത് മിക്സ് ആക്കാം. കാര്യം വേറൊന്നുമല്ല, നമുക്ക് ഡ്രൈനെസ് മാറ്റാനായിട്ട് കുറച്ച് കൊണ്ടുവരാനും സൺ ടാനൊക്കെ മാറാനായിട്ട് തൈര് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പാല് യൂസ് ചെയ്താൽ ഒരു മൈൽഡ് എക്സ്ഫോളിയേഷനും അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആവാനും നന്നായിട്ട് ഡ്രൈനെസ് മാറി നല്ല സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. മഞ്ഞൾ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കിൻ ഗ്ലോ ആകാനായിട്ട് അടിപൊളിയാണ്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കടലമാവ്, അത് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാനും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നെയോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നെയോ ഈ ഒരു പാക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിൻകാരാണെങ്കിൽ ഈ സെയിം ഐറ്റംസ് മാത്രം യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാൽ അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. നമ്മൾ തേൻ ചേർത്ത് കൊടുത്ത് എന്താ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ്നെസ്സും ബ്രൈറ്റ്നെസ്സും നമുക്ക് കിട്ടും. ഇത് മുഖത്ത് മാത്രമല്ല, നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാനായിട്ട് പറ്റും. തൈര് ചേർത്ത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് മുഴുവനും എടുത്ത് മിക്സ് ആക്കുക. എന്നിട്ട് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മുതൽ 15-20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആകുന്നതിനനുസരിച്ച് കഴുകി കളയാട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആകുന്നവരെ വെച്ചിരിക്കരുത്. തൈര് ചേർത്താൽ കുറച്ചും കൂടെ ലേറ്റായിട്ടാവും ഡ്രൈ ആകുന്നത്. ബോഡിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തൈര് തന്നെ ചേർക്കാം. സൺ ടാനൊക്കെ കയ്യിലും കാലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. സൂപ്പർ ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ 1 മാസം സമയമുണ്ട് നിങ്ങളുടെ സ്പെഷ്യൽ ഫംഗ്ഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഫസ്റ്റ് യൂസിൽ തന്നെ സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. വൈ? ബിക്കോസ് നമ്മളിതിൽ ചന്ദനമൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റൻ്റായിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഒരാഴ്ച ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ മേടിക്കാനായിട്ട് പറ്റുന്നത് അത് മാത്രം മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. സ്കിൻ ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖമൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോഡിയിലൊക്കെ അപ്ലൈ ആണെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. മുഖത്താണ് എപ്പോഴും എക്സ്പോസ് ആകുന്ന ഭാഗം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ പെട്ടെന്ന് ആ ഒരു പൊടിയും അഴുക്കും ഒക്കെ പറ്റിപ്പിടിച്ച് വേർപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് മുഖം, കഴുത്ത്. ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഒന്ന് ഡ്രൈ ആകും. ആ സമയത്തല്ല, അതിന് മുന്നേ ഡ്രൈ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ വെള്ളം തളിച്ച് കൊടുത്തിട്ട് വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട്. ഡ്രൈ ആയ പാക്ക് ഫേസിൽ വെച്ചിരിക്കാനായിട്ട് പാടില്ല. അതിനുശേഷം നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്താൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റ്സും വളരെ ഫൈനായിട്ടുള്ള
ഒരു പൗഡർ ഫോമിലായിരിക്കണം. എന്തെങ്കിലും തരിതരിപ്പുള്ള സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളിങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 2 ദിവസമൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിൽ കൂടുതൽ നിങ്ങൾ എത്ര ദിവസം പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ സ്ക്രബ് ചെയ്യരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മോസ്റ്റ്ലി ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കും നിങ്ങൾ വീണ്ടും കമൻറ്റ് ബോക്സിൽ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ എല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനൊന്നും മിസ്സാക്കാതെ തന്നെ പറയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു ചെറിയ മസാജൊക്കെ കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഈ ഒരു സമയത്താണ് ശരിക്കും ആൾക്കാർ എന്തിനാണ് ഈ ഫേഷ്യൽ തന്നെ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമുക്കിതൊക്കെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ആക്കുമ്പോൾ ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അത്രമാത്രം സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് നല്ല പിങ്ക് ഗ്ലോ സ്കിന്നിന് കിട്ടിയിട്ടുണ്ട്. ഒരു ഡ്രൈനെസ് ഉണ്ട് സ്കിന്നിലെല്ലാം. നമ്മൾ പൗഡർ ഫോമിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്തതുകൊണ്ട് ഒരു ഡ്രൈനെസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തി പോകരുത്. എത്ര സമയമില്ലെന്നും പറയരുത്. ഉറപ്പായും നമുക്ക് ഒരു ആഫ്റ്റർ കെയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് നമ്മൾ ഉറപ്പായും ചെയ്തു കൊടുക്കണം. എന്ത് സ്കിൻ കെയർ ആണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂസ് ചെയ്യുക. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് ആ ഒരു ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ടോണറൊക്കെ യൂസ് ചെയ്യുന്നവർ, സിറമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഡെഫിനറ്റ്ലി സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് തന്നെ ഒരു ലൈവ് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും സൂപ്പറായിട്ട് വർക്ക് ആവുന്നതായിരിക്കും. ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് എടുക്കുകയേ വേണ്ട. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് മാത്രം യൂസ് ചെയ്ത് കംപ്ലീറ്റ് പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് യൂസാക്കി നോക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. എന്തായാലും സൂപ്പർ റിസൾട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് സെറ്റ് ആവുന്നത് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം.